അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമളാനിന് ശേഷം നമ്മുടെ ഹിമായ ദർസിന്റെ ക്ലാസ് അൽഹംദുലില്ലാ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അള്ളാഹു റമളാനിൽ നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിലെ കുറവുകളും പോരായ്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതിലെ നന്മകൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ അവര് പറയുന്ന അതിലേക്ക് നമുക്കൊക്കെയുള്ള ആശങ്കകളാണ്. ശരിക്കങ്ങട് നിസ്കരിക്കാൻ പറ്റണില്ല, മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ പറ്റണില്ല. പലപ്പോഴും നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ച് ഒരു കടമ കഴിക്കുന്ന ഫീലിംഗ് ആണ് വരുന്നത്, അല്ലേ? ഇങ്ങനെ നമ്മുടെ മനസ്സിലൂടെ ഇത്തരം ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് ആയിന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാട്ടോ, ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഷഹനാമേ, ബറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ ഇടക്ക് ടൈപ്പ് ചെയ്യിപ്പിക്കണം എന്തിനാ വെച്ചാൽ നിങ്ങളതിൽ എൻഗേജ് ആകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ തെറ്റി നമ്മൾ പോകും. ഓക്കെ, പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ 7 മാർഗങ്ങളാണ് ഈ വിഷയത്തിൽ ഇന്ന് പഠിക്കുന്നത്. 7 മാർഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉപകാരപ്പെടും. ഒന്നാമത്തെ മാർഗം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടണോ, അവർ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കുന്നവരാകണം. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു മാജിക് ഒന്നുമില്ല. ദീനിയായ കാര്യങ്ങളിൽ മാജിക്കുകളല്ല സംഭവിക്കുന്നത്. മറിച്ച് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ റഹ്മാനായ റബ്ബ് എന്തൊരു ദൗത്യത്തിന് വേണ്ടിയാണ് എന്നെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് ഇന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ആലോചിക്കണം. അള്ളാഹു എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകാണ്. നമ്മൾ രാവിലെ ആകുന്നു, രാത്രിയാകുന്നു, വീട്ടുജോലികൾ ചെയ്യുന്നു, മക്കളെ നോക്കുന്നു, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതിനിടയിൽ നമ്മൾ ചെയ്യേണ്ട ഇസ്ലാമികമായ സംഗതികൾ പലപ്പോഴും അങ്ങനെ ചെയ്തു പോകണം. പക്ഷെ അതിനുമപ്പുറം
അള്ളാഹു എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിന്റെ കാതലെന്താണ്, അതിന്റെ അകക്കാമ്പ് എന്താണ്? അതാണ് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയാകട്ടെ ജിന്നിനെയാകട്ടെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയല്ലാതല്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ വേറെ ഒന്നിനുമല്ല. അള്ളാഹ്ക്കുള്ള ഇബാദത്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം, ആ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എത്ര ശ്രദ്ധ കൊടുക്കേണ്ടി വരും. ആ ഇബാദത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആ ഇബാദത്തിന്റെ ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിനെയാണ് അള്ളാഹു 5 സമയങ്ങളിലേക്ക് ഇട്ടത്. മനസ്സിലായോ? ജീവിതത്തിന്റെ ലക്ഷ്യം റഹ്മാനായ റബ്ബിനെ ഓർക്കലാണ്, അള്ളാനെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ സമയവും റബ്ബിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നുപോകും. അപ്പൊ മറന്നു പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റീകണക്റ്റിംഗ് ചെയ്യുന്ന സംഗതിയാണെന്ത്, അല്ലെ? വൈഫൈ കട്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഇതുപോലെ നമ്മളിതിങ്ങനെ നമ്മുടെ മനസ്സിന്ന് ഈ സംഗതി നമ്മൾ മറന്നു പോകുമ്പോ, ഇല്ല മറക്കാൻ പറ്റൂല. നീ വാ, ദുഹറിന് സമയായിട്ടുണ്ട്, നീ വാ, അസറായി വാ, നീ വുദൂ ചെയ്ത് എന്റെ മുന്നിൽ നിന്ന് അഖീമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്ക്. അസറ് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോഴേക്ക് പള്ളിമിനാരങ്ങളിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്കുലി നമ്മൾ കേൾക്കും. മഗ്രിബ് കഴിഞ്ഞ്, ഇപ്പൊ നമ്മൾ മഗ്രിബ് കഴിഞ്ഞിട്ടാ ക്ലാസ്സിൽ കയറുന്നത്, ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് ഇശാഇന്റെ ബാങ്ക് നമ്മൾ കേൾക്കും. നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയാണ് നിസ്കാരത്തെ റബ്ബ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ മറന്നു പോകുമ്പോ, ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ, ഇതിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ, ഇതിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ, ഇതിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അങ്ങനെ മറന്നു പോകേണ്ട ഒന്നല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. അതിങ്ങനെ അള്ളാഹുവിനെ റിമൈൻഡ് ചെയ്യാണ്. ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോ ആ ഒരു റിമൈൻഡർ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ ലക്ഷ്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഞാൻ എന്തിനാ ജീവിക്കണത്? ഇബാദത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരാൾക്ക്, അങ്ങനെ ചിന്തിക്കുന്ന, ജീവിതത്തെ ഗൗരവത്തോടെ കാണുന്ന, പടച്ചവനെ എന്റെ അവസ്ഥ എന്തായിരിക്കും പരലോകത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ദൗത്യം എന്നെ ഏൽപ്പിച്ച് എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നിസ്കാരം ഭാരമായി തോന്നുക? അതൊരു ചടങ്ങായി തീർക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഒന്നാമത്തെ വിഷയം. ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, എനിക്ക് എന്താ നിസ്കരിക്കുമ്പോ ശ്രദ്ധ കിട്ടാത്തത്, അല്ലെ? നമ്മുടെ ഡൗട്ട് അതല്ലേ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ വെച്ചാൽ, പാപങ്ങളിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മളെ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം. ശരിക്കും മനസ്സിലാകണം, മഹാന്മാരായ പണ്ഡിതന്മാർ, സലഫുകളൊക്കെ പഠിപ്പിച്ച വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, തിന്മകൾ, ആ തിന്മകൾ കാരണമായി നമുക്ക് നിസ്കാരത്തിലുള്ള ആ ഒരു ശ്രദ്ധയും ആ ഒരു ആസ്വാദനമൊക്കെ നഷ്ടപ്പെട്ട് ഇത് ഭാരമായി തോന്നും.
ഇതൊരു ചടങ്ങായി നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി? ഇത് വലിയൊരു ദുരന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ നോക്കി, ഇന്നൽ അബ്ദ ഇദ അഖ്തഹ ഖതിഅൻ, ഒരാള് ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബു, അവൻ അള്ളാഹുവിനോട് ആ തിന്മയിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തിയാലാണ് അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക. മനസ്സിലായി? അപ്പൊ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളാണ്, ഞാനൊന്നും അത്ര തെറ്റ് ചെയ്യണില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ പിശാച് ജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ട്. നമ്മളൊക്കെ ഇപ്പൊ എന്ത് തെറ്റാ ചെയ്യല് അല്ലെ? എത്ര ആളുകൾ എന്ന് ചിന്തിക്കലുണ്ട്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദാഉ വദ്ദവാഉ എന്നുള്ള ഗ്രന്ഥത്തിൽ ആളുകളെ പിശാച് പിടികൂടുന്ന വലിയ ഒരു തന്ത്രത്തെ കുറിച്ച് പറയുന്നത്, തിന്മകളൊക്കെ അങ്ങനെ ചെയ്യുക, ഞാനൊന്നും അങ്ങനെ എത്ര ചെയ്യണില്ല, പടച്ചോൻ കാരുണ്യവാനല്ലേ എന്നൊക്കെ വിചാരിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി ഒരു ദർസിന്റെ ക്ലാസ്സിൽ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഗീബത്ത്, നമ്മുടെ സമയം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹ് കാക്കട്ടെ. ആ സംസാരങ്ങളും ആ കാഴ്ചകളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നത് നിസ്കാരത്തിൽ ആസ്വാദനമാണ്. മനസ്സിലായോ? നിസ്കാരത്തിൽ ആസ്വാദനം. ഏതാസ്വാദനം? മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രത്തിൽ വായിച്ചൊരു വാചകം. അവര് പറഞ്ഞ സംഗതി എന്താ വെച്ചാല്, രാത്രി നിസ്കാരമില്ലാതിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കൂല എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കൂല എന്നുള്ളതാണ്, എനിക്കിഷ്ടല്ല എന്നുള്ളതാണ്. അഥവാ അവർ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അത് കൊണ്ടുവന്നത് രാത്രിയുടെ നിസ്കാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളാലേക്കും പഠിച്ചോനെ ഇതൊക്കെ നമ്മക്ക് കഴിയോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയും. നമ്മൾ പാപങ്ങളുടെ ചെങ്ങലകളിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവണത നമ്മൾ അവസാനിപ്പിക്കണം. ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. നമ്മൾ തൗബ ചെയ്യണം. നമ്മുടെ നാവിലും മനസ്സിലും ഇസ്തിഗ്ഫാർ ഉണ്ടാകണം. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പുറത്തു വരണം. അല്ലാഹു ഈ നിസ്കാരം ഒന്ന് ആസ്വദിക്കാനുള്ള തൗഫീഖ് കൊണ്ടാറപ്പേ. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുക. പടച്ചോനെ ചെയ്തു പോയിട്ടുണ്ട്, സംഭവിക്കാൻ പാടില്ലാത്തതിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു തേട്ടുണ്ടല്ലോ, ആ തേട്ടത്തിലേക്ക് ആ ഇസ്തിഗ്ഫാറിലൂടെ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പൊറുക്കപ്പെട്ട് ഇല്ലാതാകുമ്പോ, നമ്മൾ ചിന്മകളിൽ നിന്നിങ്ങനെ മാറി നിന്ന് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോ നമ്മുടെ നിസ്കാരത്തിന്റെ റേഞ്ച് മാറും. മനസ്സിലായോ? ശരിക്കും നമ്മൾ മനസ്സിലായി നിസ്കരിക്കാനുള്ള കുറച്ച് ടിപ്സ് കിട്ടിയിട്ട് പോകാന്നുള്ള ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിചാരം മാത്രമാണ്. അത് നമ്മളെ വിചാരം മാത്രമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാതലാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് രണ്ടാമത്തത്. ഓക്കെ. മൂന്നാമത്തത്, ആരാധനയുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ പകർത്തുക എന്നുള്ളതാണ്. ആരാധനയുടെ അടിസ്ഥാനങ്ങൾ നമ്മൾ പകർത്തുക. ആരാധനയ്ക്ക് എത്ര അടിസ്ഥാനം ഉണ്ട് ആർക്കറിയാം? സ്ക്രീനിൽ ഓൾറെഡി ആ വാചകത്തിലുണ്ട്. എത്ര അടിസ്ഥാനം ഉണ്ട് അറിയുന്ന ആളുകൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യും. ആരാധനയ്ക്ക് എത്ര അടിസ്ഥാനങ്ങളുണ്ട്? അർക്കാനുൽ ഇബാദ എന്നാ പറയാം ആരാധനയുടെ അടിസ്ഥാനങ്ങൾ. ഫെമിന മേം പറയുന്നുണ്ട്, ബറക്കല്ലാഹു ഫീക്. അഫീഫ മേം പറയുന്നുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്, മാഷാഅല്ലാഹ്. ആരാധനയ്ക്ക് 3 അടിസ്ഥാനങ്ങളാണുള്ളത്. മഹാന്മാരായ സലഫുകൾ
അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള, ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ വാചകമാണ് സ്ക്രീനിലുള്ളത്. അൽ ഇബാദത്തു ലഹാ സലാസത്തു അർക്കാൻ, 3 റുക്നുകളുണ്ട്, 3 അടിത്തറകളുണ്ട്. അൽ മഹബ്ബത്തു വൽ ഖൗഫു വർ റജാ, ഒന്ന് മഹബ്ബത്താണ്, സ്നേഹമാണ്. 2 പ്രതീക്ഷയാണ്. 2 ഖൗഫാണ്, ഭയമാണ്. 3 പ്രതീക്ഷയാണ്. എന്നിട്ട് പറഞ്ഞത് വഹിയ കത്തായിർ, അതൊരു കിളിയെ പോലെയാണ്. റഅ്സുഹു അൽ മഹബ്ബ, ആ കിളിയുടെ തലയാണ് ശരിക്ക് അള്ളാഹിനോടുള്ള സ്നേഹം. ആ കിളിയുടെ വജനഹു, ആ കിളിയുടെ 2 ചിറകുകളാണ് അൽ ഖൗഫു വർ റജ, അള്ളാഹിനോടുള്ള പേടിയും പ്രതീക്ഷയും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇബാദത്ത് ശരിയാകണമെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ഇബാദത്തായി മാറണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ ആരാധനകളിലും എല്ലാ സൽക്കർമ്മങ്ങളിലും ഈ 3 കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അത് ശരിക്കും ഇബാദത്താണ്. നിസ്കരിക്കുമ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട് നിസ്കരിക്കാറുണ്ടോ? അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ പാർട്ടായി നിസ്കരിക്കുന്നുണ്ടോ? അതോ പടച്ചോൻ കൽപ്പിച്ചു നിസ്കാരം നിർബന്ധമാണ്, നിസ്കരിച്ചിട്ടില്ലല്ലോ. ഒരു കടമ കഴിക്കലിൽ നിന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനോട്, പ്രിയപ്പെട്ടവനെ കാണാനുള്ള, നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട ഒരാള്, നമ്മൾ കാണാൻ കൊതിക്കുന്ന ഒരാള്, അയാളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോ, സംസാരിക്കുമ്പോ എത്ര സന്തോഷം ഉണ്ടാവും നമുക്ക്. എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഉദരത്തിൽ കഴിഞ്ഞ് നമ്മൾ പ്രസവിച്ച നമ്മുടെ പിഞ്ചുമക്കളെക്കാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും നമുക്ക് ജന്മം നൽകിയ, നമുക്ക് ഈ കോടാനുകോടി അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് ഒരുക്കി വെച്ച റഹ്മാനായ റബ്ബിനെ, ആ റബ്ബിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു പാർട്ടായി നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണ് നിസ്കാരം വരേണ്ടത്. നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നിസ്കാരം മഹബത്തിന്റെ ഭാഗമായിട്ടാണ്. നിസ്കരിച്ചില്ലേ തീയിലിടും. ഒന്നാമത്തെ ഓപ്ഷൻ അതല്ല, അല്ലെ? ഒന്നാമത് പറയേണ്ടത് അതല്ല. പ്രത്യേകിച്ച് ചെറിയ മക്കളിലൊക്കെ മഹബത്താണ് നമ്മൾ നിറക്കേണ്ടത്. അള്ളാഹിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അതൊരു കിളിയുടെ തലയാണ്. തല ഇല്ലെങ്കിൽ കിളി ഉണ്ടാവുമോ? നിങ്ങൾ പറയും, തല ഇല്ലെങ്കിൽ കിളി ഉണ്ടാവുമോ? തലയില്ലെങ്കിൽ ഇബാദത്തില്ല, മഹബത്തില്ലെങ്കിൽ ഇബാദത്തില്ല. ചിറകിന് കുറച്ചൊക്കെ ഒരു പ്രശ്നം വന്നാലും പറക്കാൻ കഴിയില്ല എന്നുള്ളൂ, പക്ഷെ മഹബത്തില്ലെങ്കിൽ ഇബാദത്തില്ല. പിന്നെ 2 ചിറക് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഖൗഫാണ്, അള്ളാഹുവിനെ കുറിച്ച് ഭയമുണ്ടാകണം. അള്ളാഹു എന്നെ കൈവടിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, ആ പേടി ഉണ്ടാകണം. അള്ളാഹു നിരോധിച്ച വഴിയിലൂടെ ഞാൻ കടന്നുപോയാൽ അവന്റെ ശിക്ഷ എന്നെ പിടികൂടുമോ എന്ന ബേജാറുണ്ടാകണം. മനസ്സിലായോ? മൂന്നാമത്തത് റജാ ആണ്, പ്രതീക്ഷയാണ്. അള്ളാഹു എന്നെ പരിഗണിക്കും, അള്ളാഹു എന്നിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കും, അള്ളാഹു എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, എന്നെ സഹായിക്കും, എന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകും. ഇതൊക്കെയാണ് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ പാഠങ്ങൾ. ഇത് 3 ചേരുമ്പോഴാണ് ഇത് ശരിക്ക് ഒരു വാചകത്തിലോ ഒരു 2-3 മിനിറ്റ് പറഞ്ഞു പോകേണ്ട കേസല്ല. മനസ്സിലായോ? അത്രയും നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം ശരിക്കും. അപ്പോഴാണ് നമ്മുടെ നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, എല്ലാറ്റിനും ഒരു ആത്മാവ് ഉണ്ടാകുള്ളൂ. അല്ലാതെ നമുക്ക് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിലേക്ക് ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്. 4മത്തത്, നിസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയണം, നമ്മൾ തിരിച്ചറിയണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാനുള്ള തൗഫീക്ക്, അല്ലേ?
ആ നിസ്കാരം ഇല്ലാതെ ആ നിസ്കാരത്തെ അവഗണിച്ച് നിസ്കാരം എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ള സംഗതി ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് അസ്സലാത്ത് അസ്സലാത്ത് അസ്സലാത്ത്, നിസ്കാരം നിസ്കാരം. അത് റെഡിയാക്കണം. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. കേവലം നിസ്കരിക്കൽ മാത്രമല്ല, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അത് റെഡിയാക്കാതെ വരരുത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമക്ക് രണ്ട് നൃത്താണുള്ളത്. ഒന്നാമത്തെ നൃത്തം ഭൂമി ലോകത്തെ നൃത്തമാണ്, അത് നിസ്കരിക്കുമ്പോഴുള്ള നൃത്തമാണ്. രണ്ടാമത്തെ നൃത്തം പരലോകത്തുള്ള നൃത്തമാണ്, അത് അള്ളാഹു വിചാരണക്കെടുക്കുന്ന സമയമാണ്. ഒന്നാമത്തെ നൃത്തത്തിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ഒന്നാമത്തെ നൃത്തം റെഡിയായ രണ്ടാമത്തെ നൃത്തം റെഡിയാകും, രക്ഷപ്പെടും അവിടെ. ഒന്നാമത്തെ നൃത്തത്തിൽ അവൻ പരാജയപ്പെട്ടാൽ രണ്ടാമത്തെ നൃത്തത്തിൽ അവന് പരാജയപ്പെടും. അള്ളാഹു കാക്കട്ടെ. എത്ര പ്രാധാന്യം കൊടുക്കണം പ്രിയപ്പെട്ടവരെ, എത്ര പ്രാധാന്യം കൊടുക്കണം, എത്ര പ്രാധാന്യം കൊടുക്കണം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ, ആ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉരുകിത്തീരുന്ന കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയം എന്ന് പറഞ്ഞു. റസൂലുള്ള ചെയ്തത്, സഹാബത്ത് ചെയ്തത്, മുൻഗാമികൾ ചെയ്തത്, അവരുടെ വേദനകൾ ഇല്ലാതാകുന്ന വേള എന്ന് പറഞ്ഞു നിസ്കരിക്കുമ്പോഴാണ്. ഉറുവാറുള്ളാന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. കാല് വരെ മുറിച്ചു മാറ്റാൻ അദ്ദേഹത്തിന് അസുഖം വന്ന് കാല് മുറിച്ചു മാറ്റണം, മുട്ടിന്റെ താഴെ കാല് മുറിച്ചു മാറ്റണം. കള്ളു കൊടുത്തു, മദ്യം കൊടുത്തു, വേണ്ട, അള്ളാഹ് ഹറാമാക്കി, എനിക്ക് വേണ്ട. പിന്നെ എന്താണ്, നിങ്ങൾ ഒരു ലഹരിയിൽ നിൽക്കണം അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിസ്കരിക്കുമ്പോ അവർക്ക് നിസ്കാരം ഒരു ലഹരിയായിരുന്നു. ഞാൻ നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടക്കുമ്പോ നിങ്ങൾ എന്റെ കാല് മുറിക്കണം. നിസ്കരിക്കുമ്പോ സുജൂദിൽ കിടക്കുമ്പോ കാല് മുറിച്ചിട്ട് അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോ എത്രത്തോളം അവർ അതിൽ ചേർന്നിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, അവർക്ക് നിസ്കാരം ആസ്വാദനമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജുഇലതു ഖുറത്തു ഐനി ഫി സ്വലാ, നിസ്കാരത്തിൽ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നിസ്കാരം എന്ന് പറയാൻ ഭയങ്കര സംഭവമാണ്. നമുക്കോ ഇനിയിപ്പോ നിസ്കരിക്കണല്ലേ, ആ ഭാരം എന്ന് പറഞ്ഞ അത് നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേടുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയായ റൂട്ടിലല്ല പോകുന്നത് എന്നുള്ള സിഗ്നലുകളാണ്. നമ്മുടെ മനസ്സുകളിൽ അള്ളാഹുവിനെ പാർപ്പിക്കേണ്ടിടത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം, അള്ളാഹുവിനോടുള്ള സ്നേഹം അത് വെക്കേണ്ടിടത്ത് ദുനിയാവാണ് പലപ്പോഴും ഉള്ളത്. രണ്ടും ഒന്നിച്ചു നിൽക്കൂല. അവിടെ നിന്നും ദുനിയാവ് പോയി അവിടെ അള്ളാഹ് എന്നുള്ളത് മാത്രമായിട്ട് വരണം. അപ്പോഴേതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, പൊടിക്കൈ കൊണ്ട് ക്ലാസ്സിലാണ് കയറാം, കുറച്ച് ടിപ്സ് കിട്ടിയിട്ടുണ്ട് പകർത്തിയിട്ട് അത്ഭുതം ഉണ്ടാക്കാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതവും സംഗതിയൊന്നും ഇസ്ലാമിലില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്കൊക്കെ കിട്ടും, നമുക്കൊക്കെ പറ്റും. നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. റമദാന് വന്നു പോയില്ലേ, ഒരു പുഴയിൽ ഒരു കല്ലിട്ടാൽ ആ കല്ലുണ്ടാക്കുന്ന ഓളങ്ങളുണ്ട്. നമ്മളിങ്ങനെ യാത്രയിൽ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ മഴ പെയ്തിട്ടുണ്ട്, നമ്മൾ പറയും റോഡ് കണ്ടിട്ട് മഴ പെയ്തിട്ടുണ്ട്, അതിന്റെ അടയാളം ഉണ്ടാകും. റമദാൻ കഴിഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ മാറ്റണ്ടോ? നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധയിൽ മാറ്റണ്ടോ? നിസ്കാരത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തിൽ മാറ്റണ്ടോ? നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. മാറാണ്ട് ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരാറുണ്ട്. തിരിച്ചറിവിന്റെ യാത്ര തേടി നമ്മൾ ഇങ്ങനെ പോകണം. നമ്മൾ പോണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, സുന്നത്തനുസരിച്ച് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നിസ്കാരം റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാകണം. നമുക്ക് തോന്നിയ രീതിയല്ല, നമുക്ക് തോന്നിയ രൂപമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ മുതൽ തസ്ലീം വരെ, സലാം വീട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. പറഞ്ഞു കൊടുക്കല്ല, കാണിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കും. ആ നിസ്കാരം നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. ആ നിസ്കാരത്തിന്റെ രൂപം കൃത്യമായി നമുക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് എന്നുണ്ട്. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇപ്പോഴും 4ാം ക്ലാസ്സിൽ പഠിച്ച നിസ്കാരം അല്ലെ, അങ്ങനെയാണോ ഉള്ളത്? അതല്ല. അതൊക്കെ ശരിയാണോ? പഠിച്ചോനെ, ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ശരിയാണോ? നമ്മൾ നോക്കണം. ഇതൊന്നും ആരും പറയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യണം. എന്താ അറിയോ, ഇത് ആദ്യം ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. എന്താ നമ്മളതിന്റെ ഗൗരവം നമ്മൾ ആദ്യം കണ്ണടച്ചു മരണപ്പെട്ട് ആഖിറത്തിൽ കണ്ണ് തുറക്കുമ്പോ ആദ്യം ഫസ്റ്റ് റബ്ബ് ചോദ്യം ചോദിക്കുന്ന ചോദ്യം നിസ്കാരം. അവിടെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ തെറ്റാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ നിസ്കരിച്ചതെങ്കിൽ, അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും അധ്വാനങ്ങളും നമ്മൾ നടത്തിയില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആ ഒന്നാമത്തെ ചോദ്യത്തിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അവൻ പരാജയപ്പെടും. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്. അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി നമ്മൾ പഠിക്കണം. കേൾക്കല്ല കേട്ടോ, ക്ലാസ് കേട്ടുപോകല്ല പറഞ്ഞത്, പഠിക്കണം. ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് പോലെ അതിന്റെ A to Z അത് പഠിക്കൽ നിർബന്ധം. ഏത് സാധാരണക്കാരനും നിർബന്ധമാണ്. മനസ്സിലായോ? ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട വിശ്വാസങ്ങളും ഒരു മുസ്ലിം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ആരാധനാ കർമ്മങ്ങളും അതിലൊരാൾക്ക് ഒഴിവില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എന്നാൽ എല്ലാ വിജ്ഞാനങ്ങളും സാധാരണക്കാരൻ പഠിക്കേണ്ടതുണ്ടോ? ഇല്ല, അതവന് നിർബന്ധമല്ല. പിന്നെ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങൾ, എല്ലാ സംഗതിയും അവന് നിർബന്ധമല്ല. അവന് പണ്ഡിതന്മാരോട് ചോദിക്കാം. എന്നാൽ ഒരു മുസ്ലിം എന്ന നിലക്ക് ബേസിക്കായി അറിയേണ്ട, അവൻ നിരന്തരം ചെയ്യുന്ന, അവൻ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അത് പഠിക്കൽ നിർബന്ധാണ്. അത് ഖബറിൽ ചോദിക്കും, വമാ ഇൽമുക്, നിന്റെ ഇൽമ എന്താന്നുള്ള ചോദ്യം ഹദീസുകളിൽ കാണാൻ പറ്റും. ദീനിനെ കുറിച്ച് നിന്റെ അറിവെന്താ? സുബ്ഹാനല്ലാഹ്. മനസ്സിലായി? അപ്പൊ നമ്മൾ പഠിക്കുക. അതിനെനിക്ക് പ്രായമായി, അങ്ങനെ കുറെ കാരണങ്ങൾ ശൈത്താൻ ഇങ്ങനെ ഇട്ട് തരും. ആ കാരണങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് പ്രതിസന്ധിയാണ്, അത് പ്രയാസമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് 5ാമത്തത്. 6ാമത്തത്, ശ്രദ്ധ ലഭിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം അത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാം ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. മഹാനായ ഷെയ്ഖ് മുനജ്ജിദ് ഹഫിളഹുല്ലാഹിനെ പോലെയുള്ള പണ്ഡിതന്മാർ 33ഓളം കാരണങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ ഇത് പാടില്ല, ഇത് വേണം എന്ന് പറഞ്ഞ് വിശദീകരിച്ച പുസ്തകങ്ങൾ, അതിന്റെ പേരിൽ വരെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുക. ഒരൊറ്റ ഒരു ഉദാഹരണം പറയാം. ഇദാ ഖുംത ഫീ സ്വലാത്തി ഫസല്ലി സ്വലാത്ത മുബത്തഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവസാനത്തെ നിസ്കാരം എന്നുള്ള രീതിയിൽ, ആ ഫീലിംഗിൽ നിസ്കരിക്കണം. നമ്മുടെ ഇനി ഇഷ നിസ്കരിക്കാൻ പോവാണ്, ക്ലാസ് കഴിഞ്ഞാൽ ഇഷ നിസ്കരിക്കാൻ പോവാണ്. ഇഷ നിസ്കരിക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ എത്ര ശ്രദ്ധ ഉണ്ടാകും. നമ്മളോട് പറയാണ്, നിങ്ങൾ ഇനി ഒരു 7 ദിവസങ്ങൾ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസങ്ങൾ ജീവിക്കുള്ളൂ എന്ന് ഡോക്ടർ പറയണം. നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് വിചാരിക്കാം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാട്ടെ. ഞാൻ ഉദാഹരണം പറയണം. ആ 2 ദിവസത്തെ 3 ദിവസത്തെ 7 ദിവസത്തെ നമ്മുടെ നിസ്കാരത്തിന്റെ റേഞ്ച് എന്താകും? ആ നിസ്കാരത്തിൽ ദുനിയാവ് വരുമോ? ആ നിസ്കാരത്തിൽ നമ്മുടെ കണ്ണ് നിറയോ? ആ നിസ്കാരത്തിൽ നമ്മുടെ മനസ്സ് പിടക്കോ? ആ നിസ്കാരത്തിൽ എത്ര ശ്രദ്ധയോടുകൂടെയായിരിക്കും? റസൂലുള്ളാഹി പറയാം, അങ്ങനെ നിസ്കരിക്കുക നിങ്ങൾ, ഓരോ നിസ്കാരം അങ്ങനെ നിസ്കരിക്കുക. കാരണം നമുക്കറിയില്ല.
നമുക്കറിയില്ല അടുത്ത വക്കത്തിന് നമ്മളുണ്ടോ, നമുക്കറിയില്ല. നമ്മളൊരു പേന ഇങ്ങനെ വാങ്ങുമ്പോൾ, ഒരു സാധനം ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന്റെ ഗ്യാരണ്ടി നമ്മൾ ചോദിക്കും, എത്ര കാലം നിൽക്കും. അതിന് ചിലപ്പോ 1 കൊല്ലോ 6 മാസമൊക്കെ പറയും. വാങ്ങുന്ന മനുഷ്യന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് എത്ര ആളുകളാണ് മരണപ്പെട്ടത്? എത്ര ആളുകളാണ് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചത്? ഈ റമളാനിൽ, ഈ പരിശുദ്ധ റമളാനിൽ എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്. അള്ളാഹ് കാക്കട്ടെ. ഇതൊരു പോയിന്റാണ്. ശ്രദ്ധ ലഭിക്കാനുള്ള ഹദീസുകളിൽ വന്ന ഒരു പോയിന്റ്. ഇതുപോലെ പറഞ്ഞ വ്യത്യസ്ത കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് 6ാമത്തത്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ കൂടി ഞാൻ പറയട്ടോ. 7ാമത്തത്, നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തിൻ ലാ തൻഫഅ. അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, മിൻ സ്വലാത്തിൻ, നമസ്കാരത്തിൽ നിന്ന്, ലാ തൻഫഅ, ഉപകരിക്കാത്ത, ഒരു ഉപകാരമില്ലാത്ത നിസ്കാരത്തിൽ നിന്ന് പഠിച്ചവനെ കഴിച്ചിലാക്കണം. നിസ്കാരം കൊണ്ട് കിട്ടേണ്ട കുറേ, ഇത് റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വലാത്തിൻ ലാ തൻഫഅ, ഉപകരിക്കാത്ത നിസ്കാരത്തിൽ നിന്ന് പഠിച്ചവനെ കഴിച്ചിലാക്കണം, രക്ഷപ്പെടുത്തണം. നിസ്കാരം കൊണ്ട് കുറേ നേട്ടങ്ങൾ കിട്ടാൻ, നിസ്കരിക്കുമ്പോൾ നമുക്ക് കുറേ നേട്ടങ്ങൾ കിട്ടാണ്ട്. നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, തിന്മകളോട് വെറുപ്പുണ്ടാകും, സമാധാനം കിട്ടും, ആശ്വാസം കിട്ടും. ഇതൊക്കെ നിസ്കാരത്തിലൂടെ കിട്ടേണ്ട സംഗതിയാണ്. അതൊന്നും കിട്ടണില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല. അങ്ങനെ ഉപകാരമില്ലാത്ത നിസ്കാരാക്കി മാറ്റരുത്. നമ്മൾ പഠിച്ചവനോട് പറയാം ഉത്തരം കിട്ടുന്ന വേളകളിൽ, അള്ളാഹുവേ എന്റെ പാപങ്ങൾ കൊണ്ടാണ് എന്റെ ഈ ആസ്വാദനം നഷ്ടപ്പെട്ടെങ്കിൽ പഠിച്ചവനെ ആ പാപങ്ങൾ പുറത്തേരണേ. അള്ളാഹുവെ ശ്രദ്ധിച്ചുള്ള ജീവിതമായിരിക്കും ഞാൻ ഈ നയിക്കുക. നിസ്കാരത്തിന്റെ ആസ്വാദനം അത് ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ള തൗഫീഖ് കൊണ്ടാറബേ. അതിനുവേണ്ടി പരിശ്രമിക്കും, ഈ മാർഗങ്ങളൊക്കെ അവലംബിക്കും. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുന്ന വലിയ സാഹചര്യം ഉണ്ടാകും. നമുക്ക് ആത്മാർത്ഥത ഉണ്ടോ? ശരിക്കും ആത്മാർത്ഥത ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ആത്മാർത്ഥത ഉണ്ടോ? ഒരു ക്ലാസ് ഉണ്ട്, നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടുന്ന ക്ലാസ് ആണ്. ഒന്ന് കേട്ടോക്കാം. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം, അല്ലേ അങ്ങനെയൊക്കെ മതി. അവിടെ നമുക്കിതില്ല. നമ്മൾ അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ കയറണം. ഇത് ഞാൻ പറയുമ്പോ ഇത് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ അൽഹംദുലില്ലാ 63ഓളം ആളുകൾ ഇതിലുണ്ട്. പല മാനസികാവസ്ഥയിലായിരിക്കും നമ്മൾ കേൾക്കുന്നത്, പല മാനസികാവസ്ഥയിൽ. എല്ലാവർക്കും ഇത് പറഞ്ഞ ആ ഒരു പൾസോടുകൂടെ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. ഇതൊക്കെ തൗഫീഖാണ്. ശരിക്കും ആലോചിച്ചോളൂ, ഒക്കെ തൗഫീഖാണ്. നമുക്ക് എത്ര ആഗ്രഹമുണ്ട്, പഠിച്ചോ നമ്മുടെ മനസ്സിനനുസരിച്ച് തരിക. മനസ്സിലായി? നമ്മുടെ ആഗ്രഹത്തെ ഇത് കിട്ടണം, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് നിസ്കാരത്തിൽ കിട്ടുന്ന ആ ശ്രദ്ധ, ആ ആസ്വാദനം, അത് എന്റെ ജീവിതത്തിൽ വലിയ ആസ്വാദനമായി മാറണം. അതൊരു ഉത്കടമായ ആഗ്രഹമായിട്ട് നമുക്ക് മാറണുണ്ടോ? അങ്ങനെ നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ റേഞ്ച് മാറും, നമ്മളെ പ്രയോറിറ്റി മാറും, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 7 കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ള അവസരമാണ്. നമ്മൾ ഹിമായിൽ ഖുർറത്തു ഐനി എന്ന പേരിൽ 7 ദിവസത്തെ ഫ്രീ കോഴ്സാണ്. 7 ദിവസത്തെ നിസ്കാരം പഠിക്കാനുള്ള സഹോദരിമാർക്കുള്ള ഫ്രീ കോഴ്സ് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണത്, സംഘടിപ്പിക്കുന്നത്. ഫ്രീ കോഴ്സാണ്, 7 ദിവസത്തെ. ഓക്കെ, അതിന്റെ ഓൾറെഡി ഗ്രൂപ്പും കാര്യങ്ങളും ആക്കി ഇൻഷാ അല്ലാഹ്
അത് വൈകാതെ നമ്മൾ എന്ത് ചെയ്യും? നിസ്കരിക്കും. വൈകാതെ നമ്മളത് നിർവഹിക്കും ഇൻഷാ അല്ലാഹ്. നിസ്കാരത്തില് കുറെ കാലം നിസ്കരിക്കാൻ പറ്റാതെ പോയി എന്ന് പറയുന്നുണ്ട്. അതിന് പണ്ഡിതന്മാര് പറയുന്ന മറുപടി എന്താ വെച്ചാല്, അത് വലിയൊരു തെറ്റാണ്, വൻ പാപമാണ്. നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കുഫ്റാണ് ശരിക്കും. അപ്പൊ അതെന്ത് ചെയ്യാ, അത് പിന്നെ നമുക്കതിലുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യും. പടച്ചോനെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത് എന്നുള്ള മനസ്സറിഞ്ഞുള്ള തേട്ടം. ആ സങ്കടം ഉണ്ടല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞ ആ സങ്കടം റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാം. അള്ളാഹു തൗവാബാണ്, പടച്ചോൻ പുറത്തരും. ഇനി ഒരിക്കലും ഞാനത് ഒഴിവാക്കൂല എന്ന് നമ്മൾ തീരുമാനിക്കുക. നിസ്കാരം ഞാൻ ഒരിക്കലും, എന്റെ ശരീരത്തിൽ ആത്മാവുണ്ടോ ജീവനുണ്ടോ, നിസ്കാരം ഒഴിവാക്കണം, പ്രശ്നമില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. പിന്നെ ചെയ്യാന്ന് വെച്ചാല് സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുള്ള സംഗതി എന്താ വെച്ചാൽ, പണ്ഡിതന്മാര് പറയുന്നത് ഫറള് എടുക്കാൻ പറയും. ആദ്യം ചോദ്യം ചെയ്യും, നിസ്കരിക്കുമ്പോൾ ഫറള് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ ഫറളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, അവന് വല്ല സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്ന് ചോദിക്കണത്. മനസ്സിലായോ? അപ്പൊ എന്താ വെച്ചാല് പിന്നെ സുന്നത്ത് നിസ്കാരം ആ ഫർദ് നിസ്കാരത്തിന്റെ ഉണ്ടെങ്കിൽ ആ ഫർദ് നിസ്കാരത്തിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നതാണ്. നിങ്ങൾ നോക്കി അള്ളാന്റെ ഒരു കാരുണ്യം. അള്ളാഹ് നമുക്ക് എത്ര ചാൻസ് തരുന്നുണ്ട്, നമുക്കൊക്കെ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ നമ്മൾ ടെൻഷൻ അടിച്ച് ഭയങ്കര സങ്കടപ്പെട്ട്, ആ സങ്കടം എന്താകണം, അത് ഇസ്തിഗ്ഫാറാകണം, ആ സങ്കടം തൗബയാകണം. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹ് പുറത്തു തരും. പിന്നെ സുന്നത്ത് വർദ്ധിപ്പിക്കുക. പിന്നെ നമുക്കൊക്കെ ദീനീ ബോധം കിട്ടുന്നത് ഓരോ ടേണിംഗ് പോയിന്റിലാണ്. ഇപ്പൊ ആ ബോധം വന്ന് ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകൂല എന്നുള്ള തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മളെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ തുടങ്ങാൻ വിചാരിക്കുന്നത് ഈ ചൊവ്വാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ച തൗഫീഖ് നൽകട്ടെ. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ചൊവ്വാഴ്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നെ ഗ്രൂപ്പ് ലിങ്ക് ഇൻഷാ അല്ലാഹ് ഓൾറെഡി അതിൽ ഏകദേശം ഒരു 500ഓളം ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അത് ഉപകാരപ്പെടണം. കാരണം പിന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, എന്താണ് നിസ്കാരം എന്ന് പലപ്പോഴും എന്തില്ല, നിസ്കാരം ഒരു ചടങ്ങായി തീർക്കുക എന്നുള്ള സാധനം. ശരിക്കും നമുക്കൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം സഹോദരിമാർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, പ്രയാസമുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഉരുകി ഇല്ലാതാക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു അവസ്ഥ ഇല്ലാതാകണമെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാനുള്ള സൊല്യൂഷനാണ് ശരിക്ക് പിന്നെ നിസ്കാരം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിന് നമ്മൾ നിരന്തരം അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇതിൽ 7 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോ പോയിന്റും ഓരോ ക്ലാസ് ആയിട്ട് വിശദീകരിക്കേണ്ട കാര്യമാണ് ഇൻഷാ അല്ലാഹ് അതിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ പിന്നെ നമ്മുടെ ഹിമായയുടെ ഈ ഒരു സംവിധാനത്തിലൂടെ നിസ്കാരത്തിൽ ശ്രദ്ധ വന്ന് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസത്തിലേക്ക്, സന്തോഷത്തിലേക്ക് പോകണമെന്ന ഒരു വലിയ ഉദ്ദേശമാണ് നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ടുള്ളത്. പിന്നെ 1000 ബാച്ചുകളൊക്കെ ഇതിന്റെ ഭാഗമായി പഠിച്ചിറങ്ങണം, ജീവിതത്തിൽ നിസ്കാരം ആസ്വാദനമായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് വിടാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, നിസ്കാരത്തിന്റെ രൂപമൊക്കെ നമ്മൾ 7 ദിവസം ആ 7 ദിവസത്തിൽ ചെയ്യേണ്ട ഒരു ദിവസത്തെ ക്ലാസ് നിസ്കാരത്തിന്റെ രൂപമായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഇന്ന് 8:30-ക്ക്, ഇപ്പൊ 8 മണിയായി, 8:30-ക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ഇശാ ജമാഅത്തിന് ശേഷം 8:30-ക്ക് നമുക്ക് നമ്മുടെ മക്കളുടെ വെക്കേഷൻ ഫലപ്രദമാക്കാനുള്ള 10 കാര്യങ്ങൾ, 10 മാർഗങ്ങൾ വിശദീകരിക്കുന്ന സെഷൻ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പൊ അതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മക്കള് പലപ്പോഴും വെക്കേഷൻ ആകുമ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഇതാക്കുക എന്നുള്ള സംഗതിയിലൊക്കെ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട്
അതിനുള്ള 10 മാർഗങ്ങൾ വിശദീകരിച്ചു തരും. അതോടൊപ്പം ഹിമായിൽ അതിനുള്ള വെക്കേഷനുള്ള പല കോഴ്സുകളെ കുറിച്ചും പല സഹോദരിമാരും ചോദിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ് പല ആളുകളും ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് അതിനുള്ള എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള സംഗതിയൊക്കെ എന്ത് ചെയ്യും, അതിൽ നമ്മൾ ആ സെഷനിൽ അതിന്റെ അവസാന ഭാഗത്ത് വിശദീകരിച്ചു തരും. അത് ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾക്ക് അതും ഉപയോഗപ്പെടുത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പുതിയ ഒരു വിഷയമായി നമുക്ക് ഉപകരിക്കുന്ന മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.